ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 3-ാം തിങ്കളാഴ്ചയായി ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ധ്യാന ചിന്ത വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിന്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രധാന സംഭാഷണങ്ങൾ നാം കാണുന്നു. ജെറുസലേം ദേവാലയത്തിന്റെയും നഗരത്തിന്റെയും നാശം, യുഗാന്ത്യം, യേശുവിന്റെ 2-ാം വരവ്. 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചാണ്. അതിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നോക്കുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് അവിടെ ആഹ്വാനം നൽകുന്നു. ഇതിനിടയിലുള്ള 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യേശുവിന്റെ 2-ാം വരവിന് തൊട്ടു മുമ്പ് സംഭവിക്കാൻ പോകുന്ന മഹാപീഡനത്തെക്കുറിച്ചാണ്. ഇത് ദാനിയേൽ പ്രവാചകന്റെ പ്രവചന പൂർത്തീകരണമായി 1-ാം വാക്യത്തിൽ അവതരിപ്പിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണുന്നു, ദൈവാലയത്തിൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവമൊരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നത് വരെ അത് നിൽക്കും. അത് 7 ദിവസമാണ്. എന്നാൽ അവിടെ ഒരു പകുതി 3.5 ദിവസത്തെക്കുറിച്ചുള്ള കാര്യവും പറയുന്നു. നമ്മുടെ തിരുവചനത്തിലെ ചിന്തയിലേക്ക് തിരിച്ചു വന്നാൽ 16 മുതൽ വാക്യങ്ങളിൽ നാം കാണുന്നു, ജെറുസലേം ദേവാലയം റോമർ വന്നു വളയുമ്പോൾ അതിൻ്റെ വിനാശ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഓടി രക്ഷപ്പെടുക എന്ന്. അവിടെ ഒരു വാണിംഗ് നൽകുന്നുണ്ട്. യൂദയായിലുള്ളവർ മലമുകളിലേക്ക് പലായനം ചെയ്യട്ടെ. അവിടെ നിന്നൊന്നും എടുക്കുവാൻ വേണ്ടി നിങ്ങൾ തിരിഞ്ഞു നിൽക്കരുത്. ഓടാനുള്ള നേരം മാത്രമേ ഉള്ളൂ. കാരണം പീഡനത്തിൻ്റെ കാഠിന്യം അത്രമേലാണ്. ഗർഭിണികൾ തൻ്റെ ഉദരത്തിൽ പേറുന്ന കുഞ്ഞിനെയോ മുലയൂട്ടുന്നവർ തൻ്റെ കൈക്കുഞ്ഞിനെയോ കൊണ്ടോ വേഗത്തിൽ ഓടുവാൻ സാധിക്കാത്ത ഒരു കാലത്തോ, അതുപോലെ തന്നെ ശീതകാലത്തെ കഠിന മഴയുള്ള കാലത്തോ, ദീർഘദൂരം യാത്ര ചെയ്യാൻ വിലക്കുള്ള സാപത്തിലോ ഇത് സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേനെന്ന് ആഹ്വാനം നൽകുന്നു. ദാനിയേൽ പ്രവചനത്തിൽ നാം കാണുന്നത് പോലെ ആ ദിവസങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ രക്ഷപ്പെടാൻ വേണ്ടി പരിമിതപ്പെടുത്തുവാൻ ഇടയാക്കൻ. ദാനിയേൽ പ്രവചനത്തിൽ നാം കാണുന്നത് പോലെ ആ ദിവസങ്ങൾ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷ സാധിക്കുവാൻ വേണ്ടി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നോമ്പ് കാലത്ത് ഒരുക്കമുള്ളവരായിരിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള യോഗ്യത നമുക്ക് സമ്പാദിക്കാം. നമ്മുടെ ജാഗരണവും നോമ്പും പ്രാർത്ഥനയും സ്നേഹപ്രവൃത്തിയുമെല്ലാം ഇതിന് കാരണമായി തീരട്ടെ. നല്ല നിയോഗത്തോടുകൂടി ഇത് ചെയ്യുവാനുള്ള കൃപ നമുക്ക് സമ്പാദിക്കാം. അങ്ങനെ നമ്മെ പ്രതി ഞാൻ മാത്രമല്ല മറ്റുള്ളവരും രക്ഷപ്പെടാനുള്ള ഒരു അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ജീവിതം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.